ഹായ് ഫ്രണ്ട്സ്, സച്ചിനും രേവതിനെയും ചെമ്മണ്ണൂർ പൂൽ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനും ലൈക്ക് അടിക്കാനും നിങ്ങളോട് ഒരു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അങ്ങനെ 3 പേരും കൂടി ചാങ്ങ് ലെക്കെല്ലാം കെട്ടങ്ങനെ വീടിൻ്റെ അവിടെ പോയി നിന്നപ്പോഴത്തേക്കും അവർ അച്ഛൻ രവീന്ദ്രൻ പറയുകയാണ് മര്യാദയ്ക്ക് ഇവിടെ കിടന്നോളാം എന്ന് പറഞ്ഞ് പായൊക്കെ എടുത്തിട്ട് കൊടുത്ത് അവരെ കിടത്തോണം. അപ്പം പിന്നെ സച്ചി മാത്രം ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ സച്ചിക്ക് ഉറക്കം വരുന്നില്ല. സച്ചി പറയുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ സാധനം അടിച്ച് ശീലമുള്ള ഞാൻ ഈ വലിയ സാധനങ്ങൾ അടിച്ച് കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പം രേവതിയോട് പറഞ്ഞു, രേവതി പോകരുത്, ഇവിടെ നിൽക്കി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറയാം, അന്ന് ഉറക്കം വരാതെ നല്ല രീതിയിൽ കുടിച്ചിട്ടുള്ളതുകൊണ്ട് ഉറക്കം വരേണ്ടതല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറയുക, സാധാരണ നമ്മുടെ ലോക്കൽ സാധനം ഒരു ക്വാർട്ടർ അടിച്ച് കഴിഞ്ഞാൽ ഉറങ്ങുന്നത്, പക്ഷേ ഞാൻ കൂടിയ സാധനം അടിച്ചേ, ഈ ഫോറിൻ സാധനമായിട്ട് അടിച്ചുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് മോളെ എൻ്റെ കൂടെ ഇരിക്കണം, കുറച്ച് നേരം സംസാരിക്കുക, അതാണ് നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് രേവതി പറയണം. ഇല്ല മോളെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തന്നെയാണ് ഇവർ വലിയ വില കൂടിയ സാധനം, എന്തിനാണ് ഈ പൈസ കൊടുത്ത് വില കൂടിയ സാധനങ്ങളൊക്കെ ഓരോരുത്തരടിക്കുന്നത്, അപ്പം എനിക്ക് ഉറക്കം വരുന്ന നീ ഇരുന്നേ പറ്റൂ, ഇരുന്ന് എൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുക, അതാകുമ്പോഴത്തേക്ക് കുറച്ച് നേരം ഈ 5 മണിക്കൂർ വെറും 5 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്ക് 5 മിനിറ്റ് പോലെ പൊക്കോളും, അതുകൊണ്ട് എൻ്റെ കൂടെ ഇരിക്കുന്ന പറയുമ്പോഴത്തേക്ക് ഞാൻ എന്തിനാ ഇരിക്കുന്നു പറയുമ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരുന്നുണ്ട്, അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ പോയി ഉറങ്ങാൻ എന്നോട് പറഞ്ഞല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് ആണ് സച്ചി പറയാം, എനിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ഡ്രസ്സ് മാറ്റണം എന്ന് പറഞ്ഞു. നമ്മൾ പറയാം മേലെ കയറിപ്പോരുത്, അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ അകത്തോട്ട് കയറിപ്പോരെന്ന് പറഞ്ഞപ്പോഴത്തെ അച്ഛൻ പറഞ്ഞ് ശരിയാണ്, പക്ഷെ ഞാനൊരു ജെൻറ്റിൽമാനാണ്, അതുകൊണ്ട് ഞാൻ കയറത്തില്ലെന്ന് പറഞ്ഞാൽ കയറത്തില്ല, പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തോട്ട് വന്ന് ഡ്രസ്സ് മാറിയിട്ട് ഈ വന്നിരുന്നില്ല, അച്ഛൻ പറഞ്ഞ വാക്കൊന്നും ഞാൻ മാറത്തില്ല എന്ന് പറയാം. ഉടനെ പറയാം അത് പറ്റത്തില്ല, ഇവിടെ തന്നെ ഇരുന്നാൽ മതി, ഈ ഡ്രസ്സിൽ തന്നെ നല്ല അവരല്ല ഈ ഡ്രസ്സിലല്ല കിടക്കുന്നത്. ഉടനെ പറയാം സച്ചി പറയാം ആ ഡ്രസ്സിൽ അവർ കിടന്നതല്ല, അവർ ബോധം കെട്ട് പോയതാ, ഓഫായി പോയതാന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരി, ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കും, നീ എൻ്റെ കൂടെ ഇരിക്കും, നീ എൻ്റെ കൂടെ നിന്ന് സംസാരിക്കുന്നു പറയാം, നീ വാതിൻ്റെ അപ്പുറത്തും ഞാൻ വാതിൻ്റെ ഇപ്പുറത്തും, അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ പോകരുത് എന്ന് സച്ചി പറയുകയാണ്. സച്ചി അങ്ങനെ പറയുമ്പോഴത്തേക്ക് രേവതി പിന്നെ മിണ്ടുന്നില്ല. രേവതിയോടൊന്നും പറയാം, രേവതി നീ എന്നെ സുന്ദരിയാണെന്നറിയുമോ, നീ എന്തിനാ സുന്ദരിയാണെന്നറിയുമോ, മാത്രമല്ല നിന്നെ എല്ലാവരും വേദനിപ്പിക്കുന്നു, പക്ഷെ നീ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, കാരണം ഇവൻ നന്നായി കാണണം നീ ആഗ്രഹിക്കുന്നു, ഇവനാണെങ്കിൽ അതായത് സുധിയെക്കുറിച്ചാണ് പറയുന്നത്, ഇവനാണ് നിന്നെ വേണ്ടെന്ന് വെച്ച് നിന്നെ ഇഷ്ടപ്പെടാതെ വന്നത്, നീ കാശില്ല, അല്ല നിനക്ക് നല്ല ക്വാളിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞവനാണ് ഈ സുധി. കല്യാണത്തിൻ്റെ ആ സമയത്ത് കല്യാണം അവനുമായിട്ട് സുധിയായിട്ട് ഉറപ്പിച്ചാണല്ലോ, അപ്പോൾ അങ്ങനെ അവനത് വേണ്ടാന്ന് വെച്ചാണ്. അതുപോലെ ഈ പാർലയെടുത്തിയാണെങ്കിൽ പോലും നിന്നെ ആവശ്യമില്ലാത്ത വാക്കുകളെല്ലാം പറഞ്ഞ് കുറ്റപ്പെടുത്തി മുറിവേൽപ്പിക്കുന്ന ഒരു സ്വഭാവം പാർലയെടുത്തിലും കണ്ടുവരുന്നുണ്ട്. പാർലയെടുത്തി പക്ഷെ അവരെല്ലാം നന്നായി കാണുന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നീ ഭയങ്കര ഗ്രേറ്റ് ആടി രേവതി എന്ന് പറയാം. എന്നിട്ട് പറയാം, രേവതി ഒരു കാര്യം വിഷമിക്കരുത്, അത് എനിക്ക് ഏറ്റവും കിട്ടിയ വലിയ പുണ്യമാണ്, എനിക്ക് കിട്ടിയ ഗോൾഡാണെന്ന് പറയുമ്പോഴത്തേക്കും സ്തുതി ഓർക്കുന്നത്, ഗോൾഡല്ല പൊന്ന് എന്ന് പറഞ്ഞിട്ട് അതായത് ബോധവസ്ഥയിൽ കിടന്നുകൊണ്ട് ഉറക്കത്തിനിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം പറയുക സച്ചി പറയുക, നീ സുന്ദരി, കാരണം ഞാൻ ഫംഗ്ഷന് വന്ന് എല്ലാവരും നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന, എല്ലാവരും നിന്നെ നോക്കി ശ്രദ്ധിച്ച് എല്ലാവരും നിന്നോട് അതായത് വർഷയെക്കാട്ടും പണക്കാരിയായിട്ടുള്ള പാർലടുത്തേക്കാട്ടും സ്തുതിയെക്കാട്ടും ഭയങ്കര സുന്ദരിയായിരുന്നു നീ, അത്ര നീ തിളങ്ങി നിൽക്കുമായിരുന്നു, അത്രയ്ക്ക് നീ സുന്ദരിയായിരുന്നു, നീ എല്ലാം ഗ്രേറ്റാണ്, നീ എനിക്ക് കിട്ടിയ പൊന്നാണ്, നീ എനിക്ക് കിട്ടിയ ഗോൾഡാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട് ഇവന്മാരുടെ ഭാര്യയും എന്നെക്കാട്ടും നല്ല ഗ്രേറ്റാണ് എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഞാനൊരു പാട്ട് പാടട്ടെ, ഞാൻ പാട്ട് പാടാൻ പോകുമെന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട്. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങു കുടമുല്ലപ്പൂ വിരിഞ്ഞു. അപ്പോൾ ആ പാട്ടൊക്കെ പാടുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറയുക, പാട്ട് പാടിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ല, കാരണം പാട്ട് പാടിക്കഴിഞ്ഞാൽ അലമ്പുണ്ടാകുക, അച്ഛൻ ഇറങ്ങി വരും, അതായെന്ന് പറയാം. അപ്പോൾ എന്നാൽ ശരി പാട്ട് നിർത്താമെന്ന് പറയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രേവതി പറയും, പാട്ടല്ലേ പാടണ്ടെന്ന് പറഞ്ഞ് എന്തെങ്കിലും സംസാരിക്കുന്ന പറയുമ്പോഴത്തേക്ക് എന്താ സംസാരിക്കാനാ, നീയാണ് ഗ്രേറ്റ്, നീ സുന്ദരിയാണ്. സുന്ദരി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാര്യമാരെക്കാട്ടും എല്ലാം ഗംഭീര സുന്ദരിയാണ്, നിന്നെ ആരും കണ്ടുവച്ചു അതുപോലെ സുന്ദരി, പക്ഷേ എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് നീ, എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ഞാൻ എന്തോ ചെയ്ത ഒരു പുണ്യമാണ്, അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും. എന്നിട്ട് സുധീനെയും ശ്രീകാന്തിനെയും സച്ചി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് തിരിച്ച് കഴിയുമ്പോഴത്തേക്കും
ഉം. സച്ചി പറയണ അതിന് രേവതി പറയണേ ഞാൻ അത്രയ്ക്ക് സുന്ദരിയാണ് കേട്ടാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒണ്ണം മുഖത്തൊക്കെ പിടിച്ച് ഞൊള്ളിക്കൊണ്ട് പറയാം നീ സുന്ദരിയാടി കൊച്ചേ, നീ സുന്ദരിയാണ്, നീ അത്രയ്ക്ക് നല്ല സുന്ദരിയായ കൊച്ചാണ്, നിന്നെ ആരും നോക്കിപ്പോവും, അത്ര സുന്ദരി, എനിക്ക് കിട്ടിയ ഭാഗ്യമല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി തിരിച്ചു പറയുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ശ്രുതി അകത്ത് പറയുന്നുണ്ട്, ഓ ഈ ആരില്ല എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ എടുക്കാമായിരുന്നു, ഇപ്പോൾ കുറേ നേരമായില്ല, നമുക്ക് പോയി നോക്കാം, ഞാൻ പോയി നോക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ സച്ചിൻ രേവതി നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർക്കൊന്നും ഉറക്കമില്ലേ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ മാറി നിന്ന് ഇങ്ങനെ പെറുപുറത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെയും പോവാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര റൊമാൻസ് നടക്കണം. കാരണം രേവതി പറയുക, സച്ചിയേട്ടനും സുന്ദരനാണ്, നല്ല സുന്ദരനാണ്. ഞാൻ സുന്ദരനാണ്, അതെ സച്ചിയേട്ടൻ നല്ല സുന്ദരനാണ്, നല്ല സ്വഭാവമുള്ള ആളാണ്, എനിക്കും കിട്ടിയ ഭാഗ്യമാണ് സച്ചിയേട്ടൻ എന്നുള്ള ഇത് രേവതിയും പറയുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, ഓരോ കാര്യം പറഞ്ഞ് അങ്ങോട്ടും വന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും ശ്രുതി പോയിട്ട് വരുന്നുണ്ട്. ഇവർക്കൊക്കെ ഉറക്കമില്ലേ, കാരണം ഞാൻ ഫോൺ അടിച്ചു മാറ്റി, എനിക്ക് ഒന്ന് എൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി നോക്കിയിട്ട് നടക്കുന്നില്ലോ എന്നുള്ള രീതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സച്ചി രേവതിയോട് പറയുകയാണ്, ഞാൻ മാക്സിമം നിൻ്റെ കൂടെ നിന്നെ സ്നേഹിക്കാൻ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെ ഒരു ലൈഫ് പ്രതീക്ഷിച്ചല്ല, പക്ഷേ എനിക്കിങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയതുകൊണ്ട് ഞാൻ മാക്സിമം അലമ്പൊന്നുമില്ലല്ലോ, പണ്ടത്തെ പോലെ ഡെയിലി കുടിച്ചിട്ട് വന്നുകൊണ്ടിരുന്നു, ഇപ്പോൾ വല്ലപ്പോഴേക്കല്ലേ കുടിക്കുന്നത്. കാരണം അതൊരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമാണ്, പക്ഷേ അല്ലാതെ ഞാൻ പണ്ടത്തെ പോലെ കുടിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല, കാരണം നീ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എന്നൊക്കെ സച്ചി പറയുവാണ് രേവതിയോട്. അങ്ങനെ ഒരു സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, ഇനിയിപ്പം ഇങ്ങനെ ആലോചിച്ചിരുന്ന കാര്യമില്ല, ഇനി ആരും ഉറങ്ങുന്നുമില്ല, ഒന്നുമില്ല, ഞാൻ പോയി ഉറങ്ങാൻ പോയി, രാവിലെ എടുക്കാം എന്നുള്ള രീതിയിൽ പോവുകയാണ്. അത് പിന്നെ കാണിക്കുന്നത് നമ്മൾ പ്രഭാതത്തിൻ്റെ ആയിട്ടുള്ളൊരു സീനാണ്. അങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നതായിട്ടുള്ള സീൻ കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരതി നടക്കുന്നുണ്ട്, എന്ത് ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് രേവതി വന്നിട്ട് പറയണം, സച്ചിയേട്ടാ അല്ല അച്ഛ നമുക്ക് വാതിൽ തുറക്കാം, അവർ മൂന്നിന് കിടക്കുമല്ലേ, പുറത്ത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടല്ല, നമുക്കത് ദോഷം ചെയ്യത്തില്ല എന്നുള്ളത് ഇത് പറയുമ്പോൾ കഥ തുറക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ കഥ തുറന്നു വരുമ്പോഴത്തേക്ക് എന്ന് വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ശ്രീകാന്ത് എഴുന്നേറ്റ് വരുന്നുണ്ട്. ശ്രീകാന്ത് കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് രവീന്ദ്രനെ കാണുന്നു. പിന്നെ ശ്രീകാന്ത് പെട്ടെന്ന് ചാടി നിന്ന് അച്ഛാ എന്ന് വിളിച്ചിട്ട് ബാക്കി രണ്ട് ചേട്ടാ സച്ചിയേട്ടാ എഴുന്നേക്കെന്ന് പറഞ്ഞ് അവരെ എഴുന്നേപ്പിച്ച് ആരുടെ വിളിക്കുന്നു സച്ചി ചോദിക്കുമ്പോഴത്തേക്ക് സച്ചി പറയുക, ഞാനാണ് അച്ഛനാടാന്ന് പറയും. അച്ഛൻ പിന്നെ ഇങ്ങനെ സച്ചി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ നിൽക്കുന്നു. പിന്നെ ചാടി എഴുന്നേൽക്കുന്നുണ്ട് സച്ചി. അത് കഴിഞ്ഞാൽ ശ്രുതിയോട് നോക്കുമ്പോഴത്തേക്ക് ശ്രുതി പറയുന്ന എന്തിനാ എന്നെ നോക്കുന്നത്, നീ എന്താണ് എൻ്റെ ബെഡ്റൂമിൻ്റെ നിൻ്റെ സച്ചിയായിട്ട് ഇത് അല്ല, ഒരു ശ്രുതിയായിട്ട് ഇത് ബെഡ്റൂം അല്ല, ഈ നമ്മുടെ വീടിന് പിന്നെ ഇത് ഫ്രണ്ട് ഭാഗമാണ്, ഇവിടെയാണ് നമ്മൾ കിടന്നുറങ്ങി അതായെന്ന് പറയുമ്പോഴത്തേക്ക് പറയുക, ഫ്രണ്ടിലോ ഇതാരും എന്നെ ഇവിടെ കൊണ്ട് കടത്തിയെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനാണ് കടത്തിയത് എന്നുള്ള രീതി രവീന്ദ്രൻ പറയുന്നുണ്ട്. അച്ഛാ നീ ഇന്നലെ കുടിച്ച് ലെവൽ കെട്ടി കിടക്കുമല്ലായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ എന്നെ ഇവിടെ കടത്താൻ പറ്റുമോ എന്നുള്ള പറയുമ്പോഴത്തേക്ക് അച്ഛൻ അടുത്ത് പോയി രവീന്ദ്രനോട് ചോദിക്കുകയാണ്, അച്ഛൻ ഞാൻ ഇന്നലെ മുതൽ ബിസിനസ് മാഗ്നറ്റ് ആയിട്ടുണ്ട്, എന്നാലും ഞാൻ എന്നെ എന്തിനും ഇവിടെ കടത്തിയത്, നീ എന്തിനാണ് ഇവിടെ കടത്തിയത്, അത് മോശമല്ലേ, ഇവരിവിടെ കടത്തുന്ന പറഞ്ഞാൽ ഞാൻ വല്ലപ്പോഴേക്കല്ലേ കുടിക്കുന്നത്, എന്നും കുടിക്കുന്നില്ല, അപ്പം അച്ഛനിങ്ങനെ ചെയ്യുന്നത് മോശമല്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു മോശമൊന്നുമില്ല, കാരണം പിന്നെ നീയൊക്കെ ചെയ്ത് പ്രവർത്തിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ചന്ദ്രമതി ഓടി വരുന്നുണ്ട്. ചന്ദ്രമതി ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ സുതിമോനെ എന്ത് പറ്റി സുതിമോനെ, ഇന്നലെയാണ് അമ്മയ്ക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല, അതിനെ അമ്മ കണ്ണിന് വേദനയായിരുന്നു ചെയ്യുക, അതിലെ മോനെ നിന്നെ ആലോചിച്ചുകൊണ്ട് നിന്നെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നീ ഉറങ്ങിയോ, ഈ തണുപ്പത്ത് കിടന്ന് ഉറങ്ങിയോ, അതെന്നൊക്കെ ഒരു പേടിയായിരുന്നു, അതെന്ന് പറയാം, ഇല്ലമ്മ കുഴപ്പമില്ലായിരുന്നു ഉറങ്ങി, സച്ചി പറഞ്ഞു അതെങ്ങനെ കുഴപ്പമില്ലെന്ന് പറയാതിരിക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബോധം കെട്ട് ഉറങ്ങുമല്ലേ, അപ്പോൾ ഉറങ്ങാണ്ടിരിക്കുമോ, അങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന അപ്പോഴത്തേക്ക് വർഷം ഓടി വരുന്നു. എന്നിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്താണ് ഇമാർക്ക് കൊടുക്കേണ്ട ശിക്ഷ, ഇനി ഇങ്ങനെ ഇത് ആവർത്തിക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കിടത്തിയ എന്ന് പറയുമ്പോഴത്തേക്ക് വർഷ ഓടി വന്നിട്ട് പറയാം, എല്ലാവർക്കും അടി കൊടുക്കണമെന്നും കൂടെ പറയുമ്പോഴത്തേക്ക് പറയാം, ആദ്യം എൻ്റെ ശ്രീകാന്തന് കൊടുക്കണം, ശ്രീകാന്തനെ അവന് ബോധമില്ല ബുദ്ധിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രീകാന്ത് അവിടെ നിന്ന് പറഞ്ഞ വർഷം നീ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു കൊടുക്കാതെ അകത്തോട്ട് കയറേണ്ട ചാൻസ് നഷ്ടപ്പെടുത്താന്ന് പറയുമ്പോഴത്തേക്ക് നഷ്ടപ്പെടുത്തും, നീ ഇവിടെ തന്നെ കിടന്നാൽ മതി, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ കുടിക്കരുതെന്ന് പറഞ്ഞിട്ടല്ല ഉള്ളതല്ല, പിന്നെ കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ആവശ്യമില്ലാത്ത രീതി പരിപാടിയൊക്കെ ചെയ്യുന്നത്, കുടിക്കുന്ന മോശമല്ല എന്നുണ്ടെങ്കിൽ
ചന്ദ്രമതി പറയുമ്പോഴത്തേക്ക് അത് മോശമൊക്കെയാണ് എനിക്ക് അറിയാൻ പറ്റും, പക്ഷേ എന്ത് ചെയ്യാനാ എന്നുണ്ടെങ്കിൽ ഇത് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അണ്ണ പറയും, അണ്ണ സുധി ഓടി വന്നിട്ട് അച്ഛനോട് രവീന്ദ്രനോട് ചോദിക്കുക, അച്ഛാ ഞാനൊരു ബിസിനസ് മാഗ്നറ്റ് അല്ല, എനിക്കിവിടെ കുടിക്കാനുള്ള അവസരം ഞാൻ ആദ്യമായിട്ടല്ല കുടിച്ചേ. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നീ ആദ്യമായിട്ട് കുടിച്ചിട്ട് എന്തിനാ അങ്ങനെ എന്നെ കുടിപ്പിച്ച് അല്ല ഞാൻ കുടിച്ചതെന്ന് അറിയാമോ? അച്ഛാ അവിടുന്ന് അഭിലാഷ് സാറിനൊരു കമ്പനി കൊടുക്കാൻ വേണ്ടി ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് രവീന്ദ്രൻ പറഞ്ഞത്. ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് കമ്പനി കൊടുക്കും, പക്ഷേ പിന്നീട് അത് സ്ഥിരമായി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ല, ജീവിതം നശിച്ചു പോകും. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പലരും നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ വീഴ്ച എപ്പോഴാണെന്ന് നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഉയരാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ നമ്മൾ താഴുവാണെന്നുണ്ടെങ്കിൽ അവർ കൈകൂട്ടി സന്തോഷിക്കും, ചിരിച്ച് കാണിക്കുന്ന പറഞ്ഞാൽ അവരുടെ അസൂയ മുഖത്തുള്ള ചിരി, അസൂയല്ല, അവരുടെ സന്തോഷം കൊണ്ടുള്ള ചിരി, ആ രീതിയിലൊക്കെ കാണിക്കും. അത് നീ ഇപ്പോഴേ കാരണം ഇപ്പം നിൻ്റെ തല ഉറയ്ക്കാണ് ഞാൻ ഇവിടെ കിടത്തിയത്. കാരണം ഇനി ഇങ്ങനെ ആവർത്തിച്ച് ഇതിലും വലിയ രീതിയിൽ ഞാൻ ശിക്ഷ തരും. അതുകൊണ്ട് മാക്സിമം നീ നിൻ്റെ ആയിട്ട് രീതിയിൽ ജീവിച്ച് പോകാൻ വേണ്ടി തന്നെ ഞാൻ ഇങ്ങനെ ഈ പരിപാടി കാണിക്കുന്നത്. നീ എന്താ ചെയ്യുന്നത്? നീ കുടിച്ചിട്ട് വന്ന് അത് മാത്രമല്ല, കാരണം നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കയറി വരുന്നുള്ളൂ. കാരണം പക്ഷേ ദൈവം സഹായിച്ചൊരു ഒരാളെ ക്യാഷ് തന്ന് നിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഒരു അവസരം തന്ന് അത് നീ ഇല്ലാതാക്കി കളയുവാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം കൂടുമ്പോഴത്തേക്കും മുന്നോട്ട് കയറി വരുമല്ലേ ചെയ്യേണ്ടത്. നീ എന്താ കാണിച്ച് താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കുടിപ്പിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ശിക്ഷ എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രമതി അവിടെ നിന്ന് പറയാം, ഇവരെല്ലാം കുടിപ്പിച്ചത് ഇവനായിരിക്കും, ഈ സച്ചി ആയിരിക്കും കുടിപ്പിച്ചെന്ന് പറഞ്ഞാൽ സച്ചി പറയാം, ആവശ്യമില്ലാത്ത പറയരുത്. കാരണം ഞാനല്ല കുടിപ്പിച്ചത്, ഇവന്മാർ എൻ്റെ മുമ്പേ തന്നെ 3 റൗണ്ട് അടിച്ച് നിൽക്കുമായിരുന്നു പറയാം, എന്നെയല്ല നീ തന്നെ കുടിപ്പിച്ചെന്ന് പറയുമ്പോൾ രേവതി പറയാം, അമ്മ ആവശ്യമില്ലാതെ പറയരുത്, സച്ചിയേട്ടൻ പഴയതുപോലെ കുടിയൊന്നുമില്ല, സച്ചിയേട്ടൻ ഇപ്പം നല്ല ഡീസൻ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്ര ഓടിയെന്ന് ശ്രീകാന്ത് നിനക്കെന്നെ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അച്ഛൻ ഞാൻ ഇനി ആവർത്തിക്കത്തില്ല, അച്ഛൻ ഇനി പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് വർഷ പറയുന്നുണ്ട്, അച്ഛൻ എന്നാണ് ശിക്ഷ കൊടുക്കണം, കാരണം ഇനി കയറ്റണ്ട വരുന്നുണ്ട്. ഇപ്പോൾ ശ്രീകാന്ത് പറഞ്ഞ ഈ ഓരോന്ന് പറഞ്ഞു കൊടുക്കാതെ, ആവശ്യമില്ലാതെ പറഞ്ഞു കൊടുക്കാതെ എനിക്ക് അകത്തോട്ട് പോകണം, എനിക്ക് ജോലിക്ക് പോകണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബാക്കി രണ്ടുപേരും കൂടി ചേർന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് ശ്രീകാന്തിനെയും എല്ലാവരും കറിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും പിടിച്ചുകൊണ്ട് പോവാണ്. അത് ശ്രുതിക്ക് പെട്ടെന്ന് എങ്ങനെയും ആ ഫോൺ എടുക്കണം പോക്കറ്റിൽ നിന്ന്. അതുപോലെ ശ്രീകാന്തിന് വർഷം പിടിച്ചുകൊണ്ട് പോവാണ്. അണ്ണ പിന്നെ രവീന്ദ്രൻ അവനെ പിടിച്ച് നോക്കുക. അതായത് രവീന്ദ്രൻ സച്ചിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, മോനെ നീ നശിക്കരുതടാ നല്ല രീതിയിലൊക്കെ പറഞ്ഞ് ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് ഇത് കണ്ടു നിൽക്കാൻ പറ്റും. ബാക്കി 2 മക്കളെയും അവരങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സീനാണ് നമ്മൾ കാണുന്നത്. വ്യൂവേഴ്സ് ഇനിയുള്ള ദിവസങ്ങളിൽ അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അപ്കമിങ് വിശേഷം, നാളത്തെ വിശേഷമൊക്കെ നമ്മൾ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ നമ്മൾ ഈ ചാനൽ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിട പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.